അടുത്തത് സെയിൽസ് ബുക്ക്. എല്ലാ ക്രെഡിറ്റ് സെയിൽസും സെയിൽസ് ജേർണലിലാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ക്യാഷ് സെയിൽസ് ആണെന്നുണ്ടെങ്കിലോ ക്യാഷ് ബുക്കിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. സെയിൽസ് ജേർണലിന്റെ ഫോർമാറ്റ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള പർച്ചേസ് ജേർണലിന്റെ ഫോർമാറ്റുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. സെയിൽസ് ജേർണലിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റ് എന്താണ്? ഫേം അല്ലെങ്കിൽ ആ കമ്പനി കസ്റ്റമേഴ്സിന് നൽകുന്ന സെയിൽസ് ഇൻവോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ബില്ല് കൊണ്ടാണ്. അതിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എൻട്രീസ് ബുക്ക് ചെയ്യുന്നത്. സെയിൽസ് ജേർണലിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? ഡേറ്റ് ഓഫ് സെയിൽസ്, ഏത് ഡേറ്റിലാണ് സെയിൽ ചെയ്തത്, ഇൻവോയ്സ് നമ്പർ, അതേപോലെ കസ്റ്റമറുടെ പേര്, അതേപോലെ ഇൻവോയ്സിന്റെ അമൗണ്ട്, നെറ്റ് അമൗണ്ടുമാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുക. സെയിൽസ് ട്രാൻസാക്ഷന് മറ്റ് വിവരങ്ങൾ, ഉദാഹരണങ്ങൾ, ടേംസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ഇൻവോയ്സിൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ അതേപോലെ സാധാരണയായിട്ട് ഓരോ സെയിൽസിനും 2 അല്ലെങ്കിൽ 2-ലധികം കോപ്പീസ് ഓഫ് സെയിൽസ് ഇൻവോയ്സ് നമ്മൾ തയ്യാറാക്കും. ബുക്ക് കീപ്പർ അതിൽ നിന്നൊരു കോപ്പി എടുത്ത് അതിന്റെ ബേസിസിലായിരിക്കും സെയിൽസ് ജേർണലിൽ എന്ത് ചെയ്യുക, എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. സെയിൽസ് ജേർണലിൽ ആവശ്യമായ ഇഫ് റിക്വയർഡ് ഒരു അഡീഷണൽ കോളം കൂടി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ സെയിൽസ് ടാക്സ് കസ്റ്റമേഴ്സിൽ നിന്നും റിക്കവർ ചെയ്തതും അതേപോലെ ഗവൺമെന്റിന് നിശ്ചയ സമയത്തിനുള്ളിൽ അടയ്ക്കേണ്ടതുമായിട്ടുള്ള എമൗണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓരോ മാസത്തിലും സെയിൽസ് ജേർണലിലെ അമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് സെയിൽസ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് സെയിൽസ് ജേർണലിൽ നിന്ന് സെയിൽസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക? ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് സാധാരണയായിട്ട് ഡെയിലി ബേസിസിൽ പോസ്റ്റ് ചെയ്യണം, ആ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. സെയിൽസ് ജേർണലിന്റെ ടോട്ടൽ പീരിയോഡിക്കലി യൂഷ്വലി മന്ത്ലി ആ ഒരു സെയിൽസ് അക്കൗണ്ട് ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഏത് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് സെയിൽസ് ബുക്കിൽ മെയിൻ ആയിട്ടും പറയുന്നത്. ഇനി നമുക്ക് സെയിൽസ് ബുക്കിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പർച്ചേസ് ജേർണലുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന്. എനിവേ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്, സെയിൽസ് ജേർണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സെയിൽസ് ബുക്കിന്റെ അല്ലെങ്കിൽ സെയിൽസ് ജേർണലിന്റെ ഫോർമാറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഡേറ്റ് ഉണ്ട്, ഇൻവോയ്സ് നമ്പർ, ദെൻ കസ്റ്റമറുടെ പേര്, ലെഡ്ജർ ഫോളിയോ നമ്പർ, അമൗണ്ട്. ഈ കോളംസ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ പർച്ചേസ് ജേർണലിലാണെങ്കിൽ എന്തായിരുന്നു, കസ്റ്റമറുടെ പേരിന് പകരം എന്തായിരുന്നു, സപ്ലയറുടെ പേരായിരുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്, അതേ തന്നെയാണ് സെയിൽസ് ബുക്കിലും. സപ്ലയറിന് പകരം നമ്മൾ കസ്റ്റമറുടെ പേര് എഴുതുന്നു എന്ന് മാത്രം. സെയിൽസ് ജേർണലിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. മിസ് ക്വൈനാറ്റ് സപ്ലൈസ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിൽ സെയിൽ ചെയ്ത് മാത്രമേ നമുക്ക് സെയിൽസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്യാഷിലാണ് സെയിൽ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ എന്ത് പോയിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിലോട്ട് പോയിട്ടുണ്ടാവും. എന്താണ് ക്വൈന സപ്ലൈസ് വിറ്റിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. 2 വാട്ടർ പ്യൂരിഫയേഴ്സ് അറ്റ് 2100 ഈച്ച്. പിന്നെ അതേപോലെ 5 ബക്കറ്റ്സ് അറ്റ് 130 rupees ഈച്ച് ടു രാമൻ ട്രേഡേഴ്സിന് വിറ്റിട്ടുണ്ട്. അതേപോലെ ഡേറ്റും തന്നിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 വാട്ടർ പ്യൂരിഫയർ എത്ര രൂപയ്ക്കാണ്, 2100 rupeesനാണ്. അപ്പോൾ എത്ര രൂപയായി, 2 into 2100 പറയുമ്പോൾ 4200 rupees ആയി. പിന്നെന്താണ് വിറ്റത്, 5 ബക്കറ്റ്സ് എത്ര രൂപയ്ക്ക്, ഒരെണ്ണം 130 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി എത്ര രൂപയായി, 5 into 130 പറയുമ്പോൾ 650 rupees ആയി. അപ്പൊ രണ്ടും കൂടി എത്ര രൂപയ്ക്കാണ് വിറ്റത്, 4850 rupeesന് എന്തായി, വിറ്റു. ഓക്കെ, അപ്പോൾ എത്ര രൂപ നമുക്ക് രാമൻ ട്രേഡേഴ്സിന്റെ നിന്ന് കിട്ടാനുണ്ട്, 4850 rupees കിട്ടാനുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് ഡേറ്റിൽ, അതായത് April 9th പിന്നെയും കണ്ടെയ്നേഴ്സ് വന്നിട്ട് 4200 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ആർക്കാണ്, ന്യൂട്ടൺ എന്റർപ്രൈസസിന്. അപ്പോൾ 4200 രൂപയുടെ കണ്ടെയ്നേഴ്സ് എത്ര എണ്ണം വിറ്റിട്ടുണ്ട്, 5 എണ്ണം വിറ്റിട്ടുണ്ട്. അപ്പോൾ 4200 into 5 ചെയ്യുമ്പോൾ എത്ര വരും, 21,000 rupees വരും. ഓക്കെ,
അപ്പോൾ നമ്മുടെ സെയിൽസ് ബുക്കിൽ എത്ര രൂപയാണ് എൻട്രി ചെയ്യേണ്ടത്? 21,000. പിന്നെ അടുത്തത് ഏപ്രിൽ 28-ാം തീയതി. ഏപ്രിൽ 28-ാം തീയതി എന്താണ് വിറ്റിരിക്കുന്നത്? അവര് ഏപ്രിൽ 28-ന് വിറ്റിരിക്കുന്നത് 850 റുപ്പീസ് ഉള്ള 100 ബക്കറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 850 റുപ്പീസിന്റെ 100 ബക്കറ്റ്സ് പറയുമ്പോൾ എത്ര രൂപയായി ടോട്ടൽ? 850 ഇൻറ്റു 100. അപ്പൊ എത്രയായി? 85,000 റുപ്പീസ്. ഓക്കെ, ഇതാണ് അവരുടെ സെയിൽ നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നെറ്റ് ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും എത്ര എൻട്രി ചെയ്യണം? ഏപ്രിൽ 6-ന് എത്ര എൻട്രി ചെയ്യണം? 4,850 എൻട്രി ചെയ്യണം. ഏപ്രിൽ 9-ന് 21,000 എൻട്രി ചെയ്യണം. ദെൻ ഏപ്രിൽ 28-ന് 850 റുപ്പീസും എന്ത് ചെയ്യണം? എൻട്രി ചെയ്യണം. ഈ പർച്ചേസ് ബുക്കിൽ എൻട്രി സെയിൽസ് ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സെയിൽസ് ബുക്കിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ബുക്സ് ഓഫ് കൊയ്ന സപ്ലയേഴ്സ് സെയിൽസ് ബുക്ക് ബ്രാക്കറ്റിൽ ജേർണൽ ഇട്ടിട്ടുണ്ട്. എന്താണ് കോളംസ്? ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, കസ്റ്റമറുടെ പേര്, ലെഡ്ജർ ഫോളിയോ, ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സെയിൽ എപ്പോഴാണ് നടന്നത്? ഏപ്രിൽ 6-ന്. ഇൻവോയ്സ് നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആർക്കാണ് വിറ്റത്? രാമൻ ട്രേഡേഴ്സിന്. എത്ര രൂപയ്ക്ക്? 4,850 റുപ്പീസിനാണ് വിറ്റിരിക്കുന്നത്. അടുത്തത് ഏപ്രിൽ 9-ന് ആണ് വിറ്റിരിക്കുന്നത്. ഇൻവോയ്സ് നമ്പർ 180 റുപ്പീസ്. ആർക്കാണ് വിറ്റിരിക്കുന്നത്? ന്യൂട്ടൺ എന്റർപ്രൈസസിനാണ് വിറ്റിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ്? 21,000 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അടുത്തത് ഏപ്രിൽ 28-നാണ് സെയിൽ നടന്നിരിക്കുന്നത്. ഇൻവോയ്സ് നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും രാമൻ ട്രേഡേഴ്സിന് തന്നെയാണ് എന്താണ് സാധനം വിറ്റിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 85,000 റുപ്പീസിനാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആ മാസം ആ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 1,10,850 റുപ്പീസ് വരും. ഓക്കെ, അതാണ് സെയിൽസ് ജേർണലിൽ നമ്മൾ കാണിക്കുന്ന ടോട്ടൽ എമൗണ്ട്. ഇനി ഈ ടോട്ടൽ എമൗണ്ട് കുറച്ച് ട്രാൻസാക്ഷൻസേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ മന്ത് എൻഡിൽ മതി എന്താണ് സെയിൽസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണം. കുറച്ച് ട്രാൻസാക്ഷൻസ് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മന്ത് എൻഡിൽ എന്ത് ചെയ്താൽ മതി? സെയിൽസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്താലായിട്ട് മതിയാവും. അടുത്തത് എന്താണ്? സെയിൽസ് റിട്ടേൺ ബുക്ക്. ഈ ജേർണല് കസ്റ്റമേഴ്സ് അവര് ക്രെഡിറ്റിൽ വാങ്ങിയ ഗുഡ്സ് എങ്ങാനും റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇവിടെ സെയിൽസ് റിട്ടേൺ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് ഗുഡ്സ് തിരിച്ചു ലഭിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് നോട്ട് നമ്മൾ തയ്യാറാക്കണം. ഇത് മുമ്പ് പറഞ്ഞ പോലെ ഡെബിറ്റ് നോട്ട് പോലെ തന്നെയാണ് എന്ത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ട് നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ. അപ്പൊ സെയിൽസ് റിട്ടേൺ വരുമ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് സെല്ലർ പ്രിപ്പയർ ചെയ്യുന്നു, ഡെബിറ്റ് നോട്ട് ബയ്യർ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഡെബിറ്റ് നോട്ട് പോലെ ക്രെഡിറ്റ് നോട്ടും എന്തായിട്ട് പ്രിപ്പയർ ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനൊരു ഒറിജിനൽ കോപ്പിയും വേണം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും വേണം. അതിൽ എന്തൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുക? ക്രെഡിറ്റ് നോട്ടിൽ കസ്റ്റമറുടെ പേര്, അതേപോലെ തന്നെ തിരികെ ലഭിച്ച പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ എന്താണ് അമൗണ്ട്, ഡേറ്റ്, ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്യണം. ഓരോ ക്രെഡിറ്റ് നോട്ടിനും എന്തുണ്ടാവും? സീരിയൽ നമ്പർ ഉണ്ടാവും. അതേപോലെ ഡേറ്റും നിർബന്ധമായിട്ടും ഉണ്ടാവും. സെയിൽസ് റിട്ടേൺ ബുക്കിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണതിന്റെ മെയിൻ സോഴ്സ് ഡോക്യുമെന്റ് പറയുന്നത് ഏതാണ്? ക്രെഡിറ്റ് നോട്ട് ആണ്. ഇനി സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് താഴെ കാണുന്നത്. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ഫോർമാറ്റ് എന്തൊക്കെയുണ്ട്? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, കസ്റ്റമറുടെ പേര്, ലെഡ്ജർ ഫോളിയോ, അമൗണ്ട്. ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയാനായിട്ട്. നേരത്തെ നമ്മുടെ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഈ ക്രെഡിറ്റ് നോട്ടിന് പകരം എന്തായിരുന്നു? ഡെബിറ്റ് നോട്ട് നമ്പർ ആയിരുന്നു. ഇപ്പൊ സെയിൽസ് റിട്ടേൺ ബുക്ക് ആയത് കാരണം അവിടെ ക്രെഡിറ്റ് നോട്ട് നമ്പർ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് സെയിൽസിന്റെ വന്നിട്ട് ഒരു സെയിൽസ് ജേർണൽ ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, കൊയ്ന ട്രേഡേഴ്സിന്റെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാമൻ ട്രേഡേഴ്സിന് വന്നിട്ട് വാട്ടർ പ്യൂരിഫയേഴ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വാട്ടർ പ്യൂരിഫയേഴ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആയിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ റിട്ടേൺ വന്നിരിക്കുകയാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം തിരികെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സെയിൽസ് റിട്ടേൺ ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്.
Refer the sales journal book of Koina supplier of you will find that 2 water purifiers were sold to Raman Traders for rupees 2,100 rupees each. Out of which one purifier is returned back. ആദ്യത്തെ ഒരെണ്ണമാണ് എന്താണ് തിരികെ വന്നിരിക്കുന്നത് ഡ്യൂ ടു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അതിന് നമ്മൾ ക്രെഡിറ്റ് നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് നോട്ട് നമ്പർ എത്രയാണ്? 10/2017. In this case, sales return journal book will be prepared as follows. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ ജേർണൽ ബുക്ക് ഹെഡിങ് കൊടുത്തു. അതിന് ഏതൊക്കെ കോളംസ് ഉണ്ടാവും? ഡേറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് നോട്ട് നമ്പർ ഉണ്ടാവും, നെയിം ഓഫ് ദ കസ്റ്റമർ ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, നെറ്റ് എമൗണ്ടും ഉണ്ടാവും. ഡേറ്റ് എന്താണ്? ഡേറ്റ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ഒക്ടോബറിലാണ് 2017. അതേപോലെ ക്രെഡിറ്റ് നോട്ട് നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10/2017. ആരാണ് നമുക്ക് തിരിച്ചു തന്നത്? നമ്മുടെ വിറ്റ സാധനം ആരാണ് നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്? ആർക്ക് വിറ്റ സാധനമാണ് നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്? രാമൻ ട്രേഡേഴ്സ് ആണ്. പിന്നെ ലെഡ്ജർ ഫോളിയോ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യാം. ദെൻ എമൗണ്ട്, രണ്ടെണ്ണം വിറ്റു, അതിൽ ഒരെണ്ണം മാത്രം എന്താണ് റിട്ടേൺ വന്നിരിക്കുന്നത്. എമൗണ്ട് എത്രയാണ്? 2,100. ഇങ്ങനെയാണ് സെയിൽസ് റിട്ടേൺ ജേർണൽ ബുക്കിൽ നമ്മൾ സെയിൽസ് റിട്ടേൺസ് പോസ്റ്റ് ചെയ്യേണ്ടത്. ജേർണൽ പ്രോപ്പർ. ജേർണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജേർണൽ റെസിഡ്യൂൽ എന്നത് സ്പെഷ്യൽ ജേർണൽസിൽ ഇടം ലഭിക്കാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്സ് ആണ്. അതായത് ജേർണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജേർണൽ റെസിഡ്യൂൽ എന്നത് സ്പെഷ്യൽ ജേർണൽസിൽ ഇടം ലഭിക്കാത്ത അല്ലെങ്കിൽ അവിടെ എവിടെയും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് എന്ത്? ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഈ ജേർണലിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് എന്താണ്? ഇനി പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് മെയിൻലി റെക്കോർഡ് ചെയ്യുന്നത്. പുതിയൊരു അക്കൗണ്ടിങ് ഇയറിലേക്ക് പോകുമ്പോൾ പുതിയൊരു ബുക്സ് നമ്മൾ എന്ത് ചെയ്യും? ജേർണൽ പ്രോപ്പർ ഓപ്പൺ ചെയ്യും. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇതിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഈ ജേർണൽ പ്രോപ്പറിലൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, ലെഡ്ജർ അക്കൗണ്ട്സിനെ അക്രൂവൽ ബേസിസിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നടത്തും. അതെല്ലാം ജേർണൽ പ്രോപ്പറിലൂടെയാണ് എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഡെപ്രീസിയേഷൻ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതെല്ലാം നമ്മൾ എവിടെയാണ്? അഡ്ജസ്റ്റ്മെന്റ്, ഇതിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും നമ്മൾ ജേർണൽ പ്രോപ്പറിലാണ് ചെയ്യുക. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രീസ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ഉണ്ടാകുന്ന എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനും ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് കറക്റ്റ് പോസ്റ്റിംഗ് ചെയ്യാനും എന്താണ്? ജേർണൽ പ്രോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസ്ഫറിങ് എൻട്രീസ് പോലെ ഉണ്ടാവും. അതായത് ഡ്രോയിങ് അക്കൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിലാണ്. അതെങ്ങനെയാണ്? ഈ ജേർണൽ പ്രോപ്പറിലൂടെയാണ് ഈ എൻട്രീസ് പാസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ എക്സ്പെൻസ് അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്സ് ഒക്കെ ബാലൻസിങ് സമയത്ത് എന്തെങ്കിലും ഒരു അൺബാലൻസ്ഡ് ആയി വന്നാൽ അവയ്ക്ക് സ്പെസിഫിക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ, അതിന്റെ സ്പെസിഫിക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ജേർണൽ പ്രോപ്പർ ഓപ്പൺ ചെയ്യും. അതേപോലെ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ബിസിനസ് ഓപ്പറേഷൻസ് ലൈക്ക് സെയിൽസ്, പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇൻകം, ഗെയിൻ, എക്സ്പെൻസ്, ഡ്രോയിങ്സ് തുടങ്ങിയവ ഇയർ എൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്ലോസിംഗ് എൻട്രീസും ജേർണൽ പ്രോപ്പറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് എൻട്രീസ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ജേർണൽ പ്രോപ്പറിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഡിസോണർ ഓഫ് ചെക്ക്, പർച്ചേസ് ഓഫ് goods withdrawal by owner for personal use, goods distributed as sample ആയിട്ട്, പിന്നെ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു കൺസൈൻമെന്റ് അല്ലെങ്കിൽ ജോയിന്റ് എൻട്രീസ്, ലോസ് ഓഫ് ഗുഡ്സ്, ഫയറോ തെഫ്റ്റോ സ്പോയിലേജോ കാരണം എന്തെങ്കിലും ഗുഡ്സ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏതിലാണ് എൻട്രി ചെയ്യുന്നുണ്ടാവുക? ജേർണൽ പ്രോപ്പറിലാണ് നമ്മൾ യൂഷ്വലി എൻട്രി ചെയ്യാറ്. ജേർണൽ പ്രോപ്പറിന്റെ ഒരു പെർഫോമയാണ് യൂഷ്വലി ഒരു ജേർണൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ജേർണൽ പ്രോപ്പറും ഉണ്ടാവുക. എന്താണ്? ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇപ്പോൾ ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്, പാർട്ട്ണർ അല്ലെങ്കിൽ ഡയറക്ടർ വാട്ടെവർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. അതിൽ ക്യാഷ് ആയിട്ട് കുറച്ച് എമൗണ്ടും അതല്ലാതെ ഇൻ കൈൻഡ് ആയിട്ട് അസറ്റ് ആയിട്ടോ മറ്റോ ആയിട്ടും കുറച്ച് എമൗണ്ടും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ 15,000 ആണ് ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ടുവരുന്നത്. അതിൽ 10,000 ക്യാഷ് ആയിട്ടും 5,000 ഫർണിച്ചർ ആയിട്ടുമാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ മറ്റ് സ്പെഷ്യൽ ജേർണൽസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജേർണൽ പ്രോപ്പറിലായിരിക്കും ഇത് എൻട്രി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ജേർണൽ പ്രോപ്പറിൽ എൻട്രി ചെയ്യുക? യൂഷ്വലി അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 50,000. അതേപോലെ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യും. ലെഡ്ജർ അക്കൗണ്ട്സ് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. സാധാരണയായിട്ട് ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനത്തിലായിരിക്കും ലെഡ്ജർ അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, നമ്മൾ ബാലൻസ് ചെയ്യാം. ഇതിന്റെ ഉദ്ദേശം ഓരോ അമൗണ്ടിന്റെയും നെറ്റ് പൊസിഷൻ അറിയാന്നുള്ളതാണ്. ബാലൻസിങ് ഓഫ് എൻ അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അവയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ഷോർട്ടർ സൈഡിൽ രേഖപ്പെടുത്തിയിട്ട് ടോട്ടൽസ് രണ്ട് സൈഡ്സിന്റെയും ടോട്ടൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈക്വലി ചെയ്യുന്നു. ഡിഫറൻസിന്റെ മുന്നിൽ, ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ഷോർട്ടർ സൈഡ് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ ഡിഫറൻസിന്റെ മുന്നിൽ എന്ത് ചെയ്യും, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ബാലൻസിന്റെ തുക അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് ബ്രോഡ് ഡൗൺ ആയി ലെഡ്ജറിലേക്ക് കാണിക്കുകയും ചെയ്യും. ഇത് ആ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആ ഡിഫറൻസ് എമൗണ്ട് എഴുതിയിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യും, ടോട്ടൽ ആക്കും. എന്നിട്ട് നമ്മൾ ആ അക്കൗണ്ടിന് എന്ത് ബാലൻസ് പറയും, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയും. ഇനി ഇപ്പോ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതിയിട്ട് രണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഈക്വൽ ആക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന് എന്ത് പറയുന്നു, അതിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയുന്നു. ചില അക്കൗണ്ട്സ്, അതായത് യൂഷ്വലി എക്സ്പെൻസ്, ലോസ്, ഗെയിൻ, റവന്യൂ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ബാലൻസ് ചെയ്യില്ല, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. പകരം ഇതിനെ നമ്മൾ ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ടിനെ ആ വർഷം തന്നെ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ഇയർ പുതിയ അക്കൗണ്ട് വിത്തൗട്ട് എനി ബാലൻസ് എന്നുള്ള രീതിയിലേക്കായിരിക്കും ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ്, ലോസ്, ഗെയിൻ, റവന്യൂ ഈ ഉള്ള അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.